ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു അടിപൊളി വിഭവമായിട്ടാണ്. നമുക്കിന്നൊരു മധുര സ്പെഷ്യൽ ഫുഡ് ആയാലോ. അപ്പോൾ നമ്മളിന്ന് മധുരയിലുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് റെസിപ്പിയാണ് ചെയ്യുന്നത്, കറി ദോശ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്: കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്, ചിക്കൻ എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പച്ചമുളക്, സവാള, കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഓയിലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ദോശമാവൊക്കെ അവിടെ അങ്ങനെയൊന്ന് സെറ്റാക്കി വെച്ചേക്കാം. ദെൻ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് മസാല റെഡിയാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആ നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ഒന്ന് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ നെയ്യിലിട്ട് ഈ നട്ട്സ് നന്നായിട്ട് നമുക്ക് അങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് വാങ്ങി വെച്ചതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ഓയിൽ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് കറിവേപ്പിലയാണ്. ഇനി കറിവേപ്പില ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. കറിവേപ്പില ഒന്ന് മൂത്ത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഏകദേശം ഒരു 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് അത് ഒരു കറക്റ്റ് പരുവാകുമ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞിരിക്കുന്ന സവാള ഉണ്ട് കേട്ടോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 3 സവാള ഇവിടെ എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറുതായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി, ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അത് ചെറുതായി മുറിച്ചാണ് കേട്ടോ. ഒരു പച്ചമുളക് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ദെൻ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ്. ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. പക്ഷെ അത് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വരണം. അതിനുശേഷം മാത്രമേ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യാവുള്ളൂ, എന്നാലേ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും മുളക് പൊടിയുടെ ആവശ്യമുള്ളൂ. ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടാവും. ഞാൻ വളരെ ചെറിയ പീസായിട്ട് എല്ലൊക്കെ മാറ്റിയിട്ട് മുറിച്ചെടുത്താണ് കേട്ടോ. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ. ഇനി ചിക്കൻ ഒന്ന് ചേർത്ത ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ദെൻ നമുക്ക് ഇതും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ അത്യാവശ്യം തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് വറ്റി വരണം കേട്ടോ, അപ്പോഴേ അതിനൊരു കറക്റ്റ് പാകമാവത്തുള്ളൂ. നല്ല വെള്ളമായിട്ടിരുന്നാല് നമുക്ക് ഇത് ദോശയിൽ വെക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഇനി നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദോശയുടെ പ്രിപ്പറേഷൻസ് ആണ്. അതിനായിട്ട് നമ്മൾ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ദോശമാവ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ടേ. അപ്പോൾ ഈ ദോശമാവ് ഒഴിച്ചതിന് ശേഷം ഒരു കുറച്ചൊരു 3-4 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കിനും അത് ചെറിയൊരു വേവ് വരും. അതിലേക്കൊരു 2-3 ടീസ്പൂൺ മുട്ട ഉണ്ടല്ലോ, മുട്ട ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്താന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് വെക്കാൻ പോകുന്നത് ഇതിലേക്ക് മസാലയാണ്. മസാല ഈ ദോശക്കകത്ത് നല്ല ഫിക്സ് ആയിട്ടിരിക്കണമെങ്കിൽ ഈ മുട്ട ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫിക്സ് ആയിട്ട് ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ അത് ദോശയിൽ നിന്ന് മറിച്ചിടുന്ന സമയത്ത് വിട്ടു പോവും. ഈ മുട്ട ചേർക്കാമെങ്കിൽ നമുക്കത് വിട്ടുപോകാതെ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ മുട്ടയുടെ പുറത്തേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ മസാല കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് അതിനകത്തൊന്ന് പിടിച്ചൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എല്ലായിടത്തും നമ്മൾ ആ മസാല ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതങ്ങ് മറിച്ചിട്ട് നമുക്കിതങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കറിദോശ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.